ഹലോ അസ്സലാമലൈക്കും. എന്തിനാണ് നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റൊക്കെ അങ്ങനെ ഇടണം? എന്ത് കാര്യമുണ്ട് നിങ്ങൾക്ക്? ഈ അള്ളാടെ നിന്ന് ശിക്ഷ കടിക്കേണ്ട ഓരോ പെണ്ണുങ്ങളെ പ്രാക്ക് കൊണ്ട് നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി നിങ്ങളെ ജോലിക്ക് പോലും അത് ബാധിക്കും. ഈ പെണ്ണുങ്ങളെ ശാപം കിട്ടിയിട്ട് എന്ത് കാര്യമുണ്ട്? നല്ല കമൻ്റ് ഇടുന്ന എത്രയോ ആൾക്കാർ നല്ല നല്ല കമൻറ്റുകൾ, എത്ര നല്ല കമൻറ്റുകൾ ഇടുന്നുണ്ട്. അവരോടൊന്നും ഞങ്ങൾക്കൊരു ഇതുമില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ കണ്ടിട്ട് പോലുമില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റൊക്കെ ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതിയിട്ടും ഓരോ വീഡിയോസുകൾ വിട്ടിട്ടും നിങ്ങൾ പെങ്ങന്മാർക്കൊക്കെ നിങ്ങളിങ്ങനെ വിട്ടുകൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങളെ അതേപോലെ കാണുന്നത്. അതേപോലെ ഞങ്ങളെ കാണണ്ട. ഞാൻ എപ്പോഴും വീഡിയോ കാണുമ്പോൾ തീരെ ഞാൻ മെസ്സേജ് നോക്കാറില്ല. ചില സമയങ്ങളിൽ മെസ്സേജ് കാണുമ്പോഴാണ് നമ്മൾ ഈ വിഷമം കൊണ്ട് പറഞ്ഞത്. അള്ളഹാനോടൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങളെന്ത് ഈ തെമ്മാടിത്തരങ്ങളൊക്കെ മെസ്സേജ് അയക്കണേ? നമുക്ക് ബോധമില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ ചെയ്യണില്ല. എത്രയും നല്ല സഹോദരന്മാർ നല്ല നല്ല മെസ്സേജുകളും നല്ല നല്ല കമൻറ്റുകളും വിശേഷങ്ങളും വീഡിയോ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇത് കുറേ നമ്പർ ചോദിച്ചിട്ട് കുറേ നമ്പറുകൾ നമുക്ക് വിട്ടുതന്നിട്ട് നമ്മളോട് വിളിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ പെണ്ണുങ്ങളെയും കാണുന്ന പോലെ ഇതിൽ വീഡിയോ ചെയ്യുന്ന പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയെന്നുള്ള ചിന്താഗതി ഒന്ന് ഒഴിവാക്കട്ടെ. നിങ്ങൾ ഒഴിവാക്കി നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കി. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? എന്ത് കാര്യമുണ്ട്? ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഇതിലൊന്നും. നിങ്ങളൊക്കെ കണ്ടുള്ള സഹോദരന്മാർ നിലക്കാണ്. ആ ഒരു രീതിയിൽ കൂടി നിങ്ങൾ പോയിക്കൂടെ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ? ഞാനല്ല അവരെ പോലെ ഇങ്ങനെ ചീത്ത പറയാനോ മറ്റുള്ളതിനോ നിൽക്കില്ല. എനിക്ക് അതിന് അറിയില്ല. നമ്മളതായ രൂപത്തിൽ കൂടി നല്ല രീതിയിൽ പറയണത്. ഇനിയെങ്കിലും നിങ്ങൾ ഈ നെഗറ്റീവ് വിടാതെ, മോശം കമൻറ്റ് വിടാതെ, നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ നല്ല കമൻറ്റ് ഇടുക. അതല്ല നിങ്ങൾ പറ്റില്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണണ്ട. നിർബന്ധമായിട്ട് പറയണം, കാണണ്ട. നിങ്ങൾ എന്തിനാ കാണണം? എൻ്റെ വീഡിയോസ് കാണാൻ ഒരുപാട് സഹോദരിമാരും സഹോദരികളും എല്ലാവരും ഉണ്ട് കാണാൻ. പിന്നെ നിങ്ങൾ എന്തിനാണ് എൻ്റെ വീഡിയോ കണ്ടതിൽ മോശം കമൻറ്റ്? എത്ര പെണ്ണുങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് മോശമായിട്ട് വിടുന്നുണ്ട്. ഇതിനാണ് ആൾക്കാരെ ശാപം മേടിക്കുന്നത്. നിങ്ങൾ ജോലിക്ക് പോലും അത് ബാധിക്കും, നിങ്ങളെ കുടുംബത്തിന് ബാധിക്കും. എന്തിനാണ് ഈ ശാപം മേടിക്കുന്നത്? ഞങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത്. അതിൽ കൂടി എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ പെണ്ണുങ്ങളും ഓരോ വീഡിയോസ് ഇടുന്നത്. എല്ലാം അഴിച്ചിട്ടിട്ടൊന്നും ഇടണമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ വല്ല ഡാൻസ് കളിച്ചിട്ട് അല്ലെങ്കിൽ തുണിയൊന്നും ഇല്ലാണ്ട് ഒന്നും നിങ്ങളടുത്തൊരു വീഡിയോ ഇടുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ മോശമായിട്ട് കമൻറ്റ് ഇടുന്നത്? മോശമാണ് കേട്ടോ. ദയവ് ചെയ്ത് ഇനി നിങ്ങൾ മോശമായിട്ടുള്ള കമൻറ്റൊന്നും വിടല്ലേ, ദയവ് ചെയ്ത്. നിങ്ങൾക്ക് വീട്ടിലും പെണ്ണുങ്ങളുണ്ട്, പെങ്ങന്മാരുണ്ട്, അല്ലെങ്കിൽ ഉമ്മ ഉണ്ട്, വാപ്പുണ്ട് എന്നുള്ള ചിന്താഗതി ഉള്ളവരൊന്നും ഇങ്ങനത്തെ ഇടില്ല. എന്ത് മോശം കമൻറ്റുകളാക്കാണ് നിങ്ങൾ വിടുന്നത്? ഞാൻ നോക്കാറില്ല. കുറേ കമൻറ്റൊന്നും ഞാൻ നോക്കാറില്ല. ഒരുപാടായി ഞാൻ വീഡിയോ ഇടും. ഞാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ ഏത് കോന്തനാണെന്നറിയില്ല, വൃത്തികെട്ടൊരു വീഡിയോസ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം ചെയ്യാൻ പാടില്ല. ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ നിർത്ത്. ഇഷ്ടമുണ്ടെങ്കിൽ കാണും, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിപ്പോൾ. നിങ്ങളോട് നിർബന്ധമായിട്ട് കാണാനൊന്നും പറയണില്ല കേട്ടോ. ഓക്കെ, ബൈ. ഞാൻ എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന സഹോദരന്മാർക്കും സഹോദരികൾക്കും ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾ കാണണ്ട. മോശം കമൻറ്റ് ഇടുന്നവർ എൻ്റെ വീഡിയോ കാണണ്ട. എനിക്ക് നിർബന്ധമില്ല. ഇതൊരു ലോങ് വീഡിയോ ആക്കി ഇടുന്നത് എന്തിനാ? നിങ്ങളതൊന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ഇടുന്നത്. എനിക്ക് അത്രയും വിഷമമുണ്ട്. എനിക്ക് സുഖമില്ലാണ്ടിരിക്കും. ഞാൻ പനിയൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ആ വിഷമത്തോടു കൂടി പറയാം.